25,000 പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം മുഴുവനും ചുറ്റിച്ചു. ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ആലിമി സംഘടനകൾ ഉണ്ടായിരുന്നു, ഒരു വാക്ക് മിണ്ടിയില്ല. നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു. മൂപ്പര് ഈ വിഷയം മാത്രമല്ല, മൂപ്പര് ഇപ്പൊ ഈ പ്രസംഗത്തിൽ തന്നെ മൂപ്പര് ലീഗിൽ ഇന്ന് നടക്കുന്ന അരാഷ്ട്രീയപരമായ പെണ്ണുങ്ങൾ ചന്തി കുലുക്കി 25,000-ഓളം ആളുകൾ അസറിന് ശേഷം ഉച്ച മുതൽ രാത്രി വരെ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം അയച്ചു വിടുന്നുണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് അതിനോട് കൂട്ടി പറയുന്നത് എന്താ? ഏതെങ്കിലും സംഘടനാ നേതാക്കളോ ഏതെങ്കിലും സംഘടനാ നേതൃത്വമോ ഇതിനെതിരെ വിമർശിച്ചോ? എല്ലാവരും അവരുടെ സ്തുതി പാടുകയല്ലേ. മൂപ്പരെ വിചാരം മൂപ്പര് ഈ ഉത്തരത്തിൽ മേലെ കിടക്കുന്ന പല്ലിയെ പോലെ മൂപ്പരാണ് ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. മൂപ്പര് മാത്രമേ ഇതൊക്കെ പറയുന്നുള്ളൂ എന്നാ SYSന്റെ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ഇതിനെതിരെ പറയുകയും അത് വാർത്തയാകുകയും മീഡിയകൾ അത് ഹെഡ്ലൈൻ കൊടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് തന്നെ മൗദൂദി വെൽഫെയർ ടീം ലീഗിന്റെ അടികൾ ഉസ്താദിനെ ട്രോളലും കഴിഞ്ഞു. അതിന്റെ ശേഷമാണ് ഇപ്പൊ മൂപ്പര് സംസാരിക്കുന്നത്. മൂപ്പര് ആ റൂമിൽ ഇരുന്നിട്ട് മൂപ്പര കണ്ണിലൂടെ കാഴ്ച ഇങ്ങനെ നോക്കിക്കാണാണ്. അത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ സംഘടനയും നേതൃത്വം ഇന്ന് പറയുന്നതാണോ? പണ്ട് മുതലേ പറയുന്നതല്ലേ ലീഗും ദീനും കൂട്ടിക്കുഴക്കരുതെന്ന്. അന്ന് ആ പറഞ്ഞിരുന്ന നമ്മുടെ സംഘടനാ നേതൃത്വത്തിനെതിരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ആളാണ് മൂപ്പര്. അന്ന് ലീഗിന് വേണ്ടി ഖുർആനിന്റെ ആയത്തുകൾ വളച്ചൊടിച്ച ആളാണ്. വഹ്തസിമു ബിഹബിലില്ലാഹി ജമിയ, നിങ്ങൾ ലീഗ് എന്ന പൊതുവായ കയറിൽ കൂട്ടിപ്പിടിച്ച് നിങ്ങൾ ഉമ്മത്തിൽ ഈ ലീഗിന് നിങ്ങൾ അണിചേരൂ, നിങ്ങൾക്ക് കോണിയിലൂടെ സ്വർഗം നേടാം എന്ന് പച്ചയായി പ്രസംഗിച്ച് ലീഗിലോട്ട് ഈ ഒരു രാഷ്ട്രീയത്തിന് ആളെ കൂട്ടിയ ആളാണ്. അന്ന് ലീഗിലെ കൊള്ളരുതായ്മകൾ ഇയാൾ പ്രസംഗിച്ചിട്ടില്ല. അതിനെതിരെ അന്നും ലീഗും ദീനും കൂട്ടിക്കുഴക്കരുത്. ഈ അടുത്ത് വരെ ഇവരുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം പറഞ്ഞാൽ എന്താ? ലീഗാണ് സമസ്ത, സമസ്തയാണ് ലീഗ് എന്ന. അന്നും നമ്മൾ പറഞ്ഞു ദീനും സമസ്തയും ലീഗും അത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകരുത്, അത് രണ്ടും രണ്ടാണ്. എന്നിട്ട് ഇപ്പൊ ഒരു റൂമിലിരുന്ന് കാലിട്ടടിക്കാണ്. ആരും പറയണില്ല, ഞാൻ മാത്രമേ പറയണുള്ളൂ എന്ന്. നമ്മളെ സംഘടനയും നേതൃത്വവും പണ്ട് മുതലേ പറയുന്നുണ്ട്. പക്ഷെ അന്ന് ആ പറഞ്ഞിരുന്നവരെ കളിയാക്കുകയും അതിനെ പരിഹസിച്ച് നടക്കലായിരുന്നു നിങ്ങളെ പണി. ഇന്ന് കാലിട്ടടിച്ചിരുന്നിട്ട് കാര്യമില്ല. ക്ഷമ വേണം. അതാ ഞാൻ പറഞ്ഞത്, സമയമെടുക്കും. അന്ന് ഞങ്ങളെ ഈ ചാടിക്കളിക്കുന്നതിൽ SSFന്റെയോ SYSന്റെയോ മുസ്ലിം ജമാഅത്തിന്റെയോ ഏതെങ്കിലും ആളുകളുണ്ടോ? ഉണ്ടാവൂല. ഉള്ളതേതാ? നിങ്ങൾ പണ്ട് പ്രസംഗിച്ച് ധരിപ്പിക്കേറ്റിയിരുന്ന ടീമുകളാണ് ഇതിന്റെ കൂടെ ഉള്ളത്. കൂടെ ഇപ്പൊ വെൽഫെയർ ടീമും കൂടിയിട്ടുണ്ട് അല്ലേ? ഷക്കിക്കൊത്ത ശങ്കരനെ പോലെ അവരും കൂടി ഉണ്ട്. അപ്പൊ പണിയെടുക്കേണ്ടി വരും. നിങ്ങൾ പണ്ട് നിങ്ങൾ അനുകൂലിച്ച് ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനുള്ള ഒരു മരുന്നിന് പോലുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ ഉസ്താദുമാരൊക്കെ അത് ഇന്നും പറയുന്നതാണ്, എന്നും പറയുന്നതാണ്. നിങ്ങൾ കേൾക്കാത്തത്, നിങ്ങൾ ശ്രദ്ധിക്കാത്തത്, കണ്ടിട്ട് അത് കാണാത്ത പോലെ നടിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ അവിടെ തന്നെ വെച്ചാൽ മതി. ഇതേപോലെ തന്നെയാണ് പേരോട് ഉസ്താദിന്റെ വിഷയത്തിലും മൂപ്പരുടെ പരിപാടി. പേരോട് ഉസ്താദ് അക്കാഡമിക് ഒരു പർപ്പസിൽ BKF എന്ന് പറയുന്ന ഒരു അക്കാഡമിക്കിൽ തരത്തിലുള്ള ഒരു ചർച്ചയിൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ കണ്ടിട്ടുള്ള ആ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണ്? ഈ രൂപത്തിൽ ഇയാളെ കുറിച്ച് 2 രൂപത്തിൽ കാണുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെ കാണുമ്പോൾ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അദ്ദേഹം അശരീ ത്വരീഖത്തിലാണ് എന്നും തൗബ ചെയ്തു എന്നും അതേസമയം തന്നെ പിഴച്ചവനാണ് എന്നും ഒക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ പേരോട് ഉസ്താദ് അവിടെ പറയുന്ന എന്താ? ഇബ്നു ഹജർ അൽ അസ്കലാനി ഇമാമിന്റെ കിതാബിൽ ഇങ്ങനെ 2 തരത്തിലുള്ള കൗലുണ്ട്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ വായിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. 1.5 മണിക്കൂറുള്ള ആ സംഭാഷണം മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല. മൂപ്പര് മറ്റുള്ള ടീം കൊടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്പേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിൽ വ്യക്തമായി പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ഈ ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞതാണ് പേരോട് ഉസ്താദ് പറയുന്നത്. അതേപോലെ അശ്അരി ത്വരീഖത്തിലാണ് ഞാൻ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പിഴച്ചവാദങ്ങൾ കാരണം മറ്റു ഇമാമിങ്ങൾ സിന്ദീഖാണെന്നും കള്ളനാണ് എന്നും ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്? ഇബ്നു ഹജർ അൽ അസ്കലാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. അതും പേരോട് ഉസ്താദ് വായിച്ചിട്ടുണ്ട്, മൂപ്പര് കേട്ടിട്ടില്ല. അതേപോലെ ദഹബി അദ്ദേഹത്തെ വിമർശിച്ചത് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടില്ല. അവസാനം തീർപ്പ് കൽപ്പിക്കുന്നത് എന്താണ്? പേരോട് ഉസ്താദ് ഇത്തരം മൂപ്പരുടെ പിഴച്ചവാദങ്ങൾ എടുത്തുകൊണ്ട് ആരെങ്കിലും അശ്അരി ത്വരീഖത്തിനെതിരെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ വന്നാൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അവിടെ ആ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ നമ്മുടെ മുൻകാല ഇമാമിയങ്ങൾ എന്തു പറഞ്ഞോ, ഇബ്നു ഹജർ അൽ ഹൈതമി അവരൊക്കെ എന്തു പറഞ്ഞോ, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെ ഇബ്നു തൈമിയയെ വെള്ളപൂശാനും അദ്ദേഹം വലിയ പണ്ഡിതനാണ്, തെറ്റായിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അവിടെ അക്കാദമിക് പർപ്പസിലുള്ള ആ ചോദ്യത്തിന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പിഴച്ചവാദങ്ങളെ ഇമാമിയങ്ങളെ എതിർത്തതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ അതൊന്നും മൂപ്പര് കേട്ടിട്ടില്ല. മൂപ്പര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പര് ഇങ്ങനെ ഒരു ഹോജാവായിട്ടിരുന്ന് ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, ഞാൻ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇന്റർവ്യൂ എങ്കിലും മുഴുവനായിട്ടൊന്ന് കേട്ടൂടെ? അതാണ് പറഞ്ഞത്, എല്ലായിടത്തും സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞ ഉദാഹരണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞില്ലേ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് തൗബ ഉണ്ടോ? പേരോട് ഉസ്താദ് തന്നെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ,
അപ്പൊ പേരുടെ ഉസ്താദ് എന്താ പറഞ്ഞ, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് തൗബയില്ല. മറ്റൊരാൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമുള്ള മനുഷ്യനോട് തൗബയില്ല എന്ന് പറയാൻ കാരണം എന്താ, മൂപ്പര് ഒരാളെ കൊല്ലാൻ പോവാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മറുപടി കൊടുത്തു. കാരണം മൂപ്പര് തൗബ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊല്ലും. മറ്റൊരാളോട് നിങ്ങൾക്ക് തൗബ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ ആള് നന്നാവാൻ വേണ്ടി വിചാരിച്ചതാണ്, മൂപ്പര് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇനി പോവില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. മറ്റൊരാളോട് തൗബ ഇല്ല എന്ന് പറഞ്ഞു, മറ്റൊരാളോട് തൗബ ഉണ്ട് എന്ന്. സാഹചര്യത്തിനനുസരിച്ചാണ്, ചോദ്യം ഒന്നാണ്. അതേപോലെ ഈ വിഷയങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് വാഴക്കാട് നടന്ന എന്താ, പേരോട് ഉസ്താദ് ഈ BKF പറഞ്ഞ പോലെ ഇബ്നു തൈമിയയുടെ വികലവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മുജാഹിദോ പുത്തൻവാദിയോ ബിദഅയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പോലെയുള്ള മറ്റു ഇമാമിങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെങ്ങനെയാണോ വിമർശിച്ചിട്ടുള്ളത്, ആ വിമർശനങ്ങളെ എടുത്തുകൊണ്ട് ആരെ വിമർശിക്കണം, ഇബ്നു തൈമിയയുടെ പിഴച്ച വാദങ്ങളെ വിമർശിക്കണം. അവിടെ ശക്തമായിട്ട് തന്നെ വിമർശിക്കണം. ഇത് തന്നെയാണ് BKF ആ ഇന്റർവ്യൂവിലും പേരോട് ഉസ്താദ് പറഞ്ഞത്. വികലവാദങ്ങൾ, ഇബ്നു തൈമിയയുടെ അല്ലാഹു തആലാക്ക് ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഇമാമിങ്ങൾ എങ്ങനെയാണോ വിമർശിച്ചിട്ടുള്ളത്, ആ വിമർശനങ്ങൾ അവിടെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഇബ്നു തൈമിയയുടെ പിഴച്ച വാദങ്ങളെ ഖണ്ഡിക്കണം എന്ന് തന്നെയാണ് അന്നും പേരോട് ഉസ്താദ് പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. അത് ഈ ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഈ ചങ്ങായി ഇപ്പം കണ്ട് തുടങ്ങിക്കാണ്ടേ, എനിക്ക് ക്രൂസ് മിസൈലൊക്കെ ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയല്ലേ. ഞങ്ങളെ പണ്ഡിതന്മാർ പണ്ട് മുതലേ ഈ അരാഷ്ട്രീയത്തിനെതിരെയും വിധത്തിനെതിരെയൊക്കെ പറയാൻ തുടങ്ങിയതാ. അന്ന് നിങ്ങൾ കൂട്ടിക്കുഴച്ച് ആയത്തും ദുർവ്യാഖ്യാനിച്ച് പോലെ നടന്നു. ഇപ്പൊ കാലിട്ടടിച്ചുകൊണ്ടിരിക്കുക. അടുക്കി കുറച്ചു കാലം കൂടി അടിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതിന്, നിങ്ങൾ പണ്ട് അവർക്ക് അനുകൂലമായി പ്രസംഗിച്ചതിന് ഇതിനുള്ള മരുന്ന് പോലും ഇപ്പൊ നിങ്ങൾ എതിർത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഞങ്ങളെ പണ്ഡിതന്മാരെ മേലൊക്കെ കുതിര കയറാൻ വേണ്ട, അതിനൊന്നും നിങ്ങൾ ആയിട്ടുമില്ല.